Hi friends, in the PK Simply Nadan YouTube channel, I famous payasam recipe. Vishu pramaniche nalloru payasam ambalapuzha palpayasam cheyidittulladu. Namukku cheyidedukkan valare easy aanu. Oru kashtamilla. പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്നതുപോലെ ഉള്ളിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നാട്ടുപുറത്തൊക്കെ ആണെങ്കിൽ വിറകടുപ്പിൽ നമ്മൾ വെച്ച് കുറേ നേരം വെച്ചത് ചെയ്യാം. പക്ഷേ സിറ്റിയിലും ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ അതും ആ ഒറിജിനൽ പായസത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുക്കറിൽ വെച്ച് ചെയ്യും. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനതൊരു വീഡിയോ ആക്കി. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തതെന്നുള്ളത് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് വിഷു പ്രമാണിച്ച് അമ്പലപ്പുഴ പാൽപ്പായസം എങ്ങനെ വെക്കണം നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ കവർ പാലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 6 ലിറ്റർ ഞാനതിൽ ഒഴിച്ച് കഴിഞ്ഞു. 6 ലിറ്റർ കൂടെ ഒഴിക്കേണ്ടതിലേക്ക്. ഈ പാല് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിയിടാം. ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണക്കലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ പാൽപ്പായസം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 200 ഗ്രാമിൻ്റെ ഗ്ലാസ്സാണ് ഇത്. അപ്പോൾ അതിൽ ഒരു അര ഗ്ലാസ് ഒന്നും എടുത്തിട്ടില്ല. 1/4 ഗ്ലാസ്സിനും അല്പം കൂടെ കൂടുതൽ എന്ന് പറയുമ്പോൾ 100 ഗ്രാമിലും കുറച്ചുകൂടെ കുറവ് അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നല്ല കഴുകി എടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് പാൽ നല്ല തിളച്ച് വരട്ടെ. ഞാനിവിടെ ചെറിയൊരു കുക്കറിലാണ് ഞാനത് ചെയ്യേണ്ടത്. കുക്കറിലാകുമ്പോൾ അധികം നമ്മൾ വേവിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് നമ്മുടെ അമ്പലത്തിലെ പായസം പോലെ തന്നെ ഇത് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ ചെറിയൊരു കുക്കറിൽ പാൽ തിളച്ചതിന് ശേഷം അരിയിടണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പാൽ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറില്ലാതെ ഉരുളിയിലായാലും നമ്മളത് ഉരുളിയിലോ നമ്മുടെ വീട്ടിലുള്ള അടി കനമുള്ള പാത്രം ഏതാണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അത് നമ്മൾ കുറേ നേരം നമ്മൾ ഇളക്കി നിൽക്കണമല്ലോ. ഇതാകുമ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കുറച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കഴുകി വെച്ച് അരിയിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് സ്ലോയിൽ വയ്ക്കണം. അത് അരിയിട്ടതിന് ശേഷം പാലും അരിയും കൂടെ ചേർത്ത് നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ നല്ല സ്ലോയിൽ നമ്മൾ വെച്ചത് നല്ല ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ചെറിയ ഫ്ലെയിമുള്ള സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല സ്ലോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവി പുറത്ത് പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ഇട്ട് വയ്ക്കാം. വെയിറ്റ് ഇട്ടിട്ട് ഒരു അരമണിക്കൂറോ 10 മിനിറ്റോ അരിയുടെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് അരി വെന്തുണ്ട്. ഇപ്പോൾ തന്നെ തിളച്ച് കഴിഞ്ഞു. ഇത് വെന്തതിന് ശേഷം നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല കുറുകിയിട്ട് നല്ല അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ കളർ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലിട്ട് സ്ലോയിൽ വേവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വന്നാൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യും പഞ്ചസാരയൊക്കെ ചേർക്കാം. ഞാനിവിടെ ഉരുളി ചൂടാക്കിയിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കുറച്ച് മതി, ഇതിന് അധികം ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പായസത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കണം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ഞാനിവിടെ 1 കപ്പ്, ഇപ്പോൾ ഞാൻ 100 ഗ്രാമിന് കുറവാണ് ഞാൻ അരി ഇട്ടിട്ടുള്ളത്, നെല്ലൂത്തി അരി ഇട്ടിട്ടുള്ളത്. അപ്പോൾ 250 ഗ്രാമിൻ്റെ പകുതി 175 ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട്.
ഇനി അതിൽ നമുക്ക് കുറച്ചുകൂടെ ഇന്നൊരു കണ്ടൻറ്റ് ചേർക്കാം. ഞാൻ 125 ഗ്രാം കൽക്കണ്ട് കൂടെ എടുത്തിട്ടുണ്ട്. ഏതാണോ ഇഷ്ടം അതുപോലെ നമുക്ക് ശർക്കര അല്ലാതെ ഇതുപോലത്തെ പഞ്ചസാരയോ കൽക്കണ്ടോ ഏതെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നല്ല ഇത് എല്ലാം കൂടെ മിക്സ് ആവണം. ഈ നെയ്യും കൽക്കണ്ടും പഞ്ചസാരയും എല്ലാം ഒന്ന് അലിയുന്നവരേക്കും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ല കുറുക്കിയെടുക്കാം. ഇപ്പം നല്ലതായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി അധികം കുറുക്കിയാൽ തിക്കായി പോകും. കുറച്ചത് അലിയണത് വരയ്ക്കും മാത്രം മതി. അതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം ഏലക്കായ പൊടിച്ചത്. ഇനി ഇത് മിക്സ് ആവണവരേക്കും നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അടി പിടിക്കാതെ നമ്മൾ നോക്കണം. എല്ലാം നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. അരിയെല്ലാം നല്ല വെന്ത് പാലും അരിയും കൂടെ, ഇതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, പാല് മാത്രമാണത്. 1 ലിറ്റർ പാലിൻ്റെ പായസം അത്രയും. ഇനി നമുക്ക് എടുക്കാം. അങ്ങനെ ചെയ്ത വിഷുവിന് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അധികം പണിയൊന്നുമില്ല, വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് PK സിംപിളി നാടൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.